ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ അപകടകരമാണെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നവർ പിന്തള്ളപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPIM നേതാവായിരുന്ന തടിക്കാട് MA അഷ്റഫ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ പൊതുസമ്മേളനം അഞ്ചലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഞ്ചലിലാണ് MA അഷ്റഫ് രക്തസാക്ഷി ദിന അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വലതുപക്ഷ വർഗീയ ശക്തികൾ മതനിരപേക്ഷ നിലപാടുകളെ ഭയക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസും മുസ്ലിം ലീഗും അടങ്ങുന്ന വർഗീയ ശക്തികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയത് വർഗീയതയുടെ കൂട്ടുകെട്ടിലാണ്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾ ഒരേപോലെ രാജ്യത്തിന് ആപത്താണ്. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നവർ പിന്തള്ളപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ പോപ്പുലർ ഫ്രണ്ട് അതിന്റെ ഒരു സംഘം കാപാലികന്മാർ മൃഗീയമായി പാപ്പയുടെയും മക്കളുടെയും മുന്നിലിട്ട് അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. ആ സംഭവം കേട്ടപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു. അന്ന് SFIയുടെ സംസ്ഥാന ഭാരവാഹിയും അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള കമ്മിറ്റിയിൽ അംഗവുമായിരുന്ന സഖാവ് KV സുധീഷിനെ ഇതുപോലെയാണ് RSS സംഘം വെട്ടിനുറുക്കിയത്. അത് സുധീഷിന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിലിട്ടാണ്. ഈ രണ്ട് വർഗീയ തീവ്രവാദ ശക്തികളും ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥക്ക് ഏറ്റവും വലിയ ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. വർഗീയത രാജ്യത്തുടനീളം ശക്തിപ്പെടാനാണ് പരിശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, 2014 മുതൽ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ടുള്ള BJP എല്ലായിടത്തും വർഗീയത ശക്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി വർഗീയതക്കെതിരായിട്ട് ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ പിന്തള്ളപ്പെടുന്നു. സംഘാടക സമിതി പ്രസിഡന്റ് R ഷാജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷിബു ക്ലാവോട് സ്വാഗതം പറഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറി S സുദേവൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, ജില്ലാ കമ്മിറ്റി അംഗം S ബിജു, അഞ്ചൽ ഏരിയ സെക്രട്ടറി D വിശ്വസേനൻ, ഏരിയ കമ്മിറ്റി അംഗം P അനിൽകുമാർ, DYFI ജില്ലാ സെക്രട്ടറി TR ശ്രീനാഥ, മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ്, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം VS സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.